Namaste, welcome to my classroom, Design of Concrete Structures 2, CE 304. For semester 6, Civil Engineering students, KTU. Hi, this is Lakshmi, Assistant Professor, Department of Civil Engineering, SNIT, Adur. Design of Concrete Structures 2, Module 6. Today's topic: Losses of prestress as per IS 1343. Module 6, Prestressed Concrete. Losses of prestress. നമുക്ക് എന്താ ലോസസ് ഓഫ് പ്രീസ്ട്രസ് എന്ന് നോക്കാം. ലാസ്റ്റ് ടോപ്പിക് ആണ്. നമുക്ക് കോഡിനകത്തുണ്ട് ലോസസ് ഓഫ് പ്രീസ്ട്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ആസ് പെർ കോഡ് 1343/2012 പ്രകാരം പോവാം. സോ അതിന് മുമ്പ് എന്താണ് പ്രീസ്ട്രസിനകത്ത് വരുന്ന ലോസസ് എന്നൊന്നും നോക്കാം. നോക്കിയിട്ട് നമുക്ക് പോവാം. The prestressing force applied to the member does not remain constant, but gradually reduces. The amount of force which gets reduced is known as losses of prestress, and it may vary from 15 to 20%. So, പ്രീസ്ട്രസിങ് ഫോഴ്സിനകത്ത മെമ്പറിൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. പ്രീസ്ട്രസിങ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഗ്രാജുവൽ ആയിട്ട് അതിന് ചെറിയ റിഡക്ഷൻ സംഭവിക്കും. അമൗണ്ട് ഓഫ് ഫോഴ്സ് റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലോസസ് ഓഫ് പ്രീസ്ട്രസ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ പ്രീസ്ട്രസിങ് കോൺക്രീറ്റിനകത്ത് നമുക്ക് കുറെ ടൈപ്പ് ഓഫ് ലോസസ് ഓഫ് പ്രീസ്ട്രസ് ഉണ്ട്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുവാണ്, ആപ്ലിക്കേഷൻ ആണ് ഈ പ്രീസ്ട്രസിങ് ഫോഴ്സ് അല്ലെ പ്രീസ്ട്രസ് എന്ന് പറയുന്നത്. സോ അത് അപ്ലൈ ചെയ്ത് നമ്മൾ ടെൻഡൻ കട്ട് ചെയ്യുന്നു, അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്നു, ടെൻഡനിൽ നിന്ന് കോൺക്രീറ്റിലേക്ക് പ്രീസ്ട്രസിങ് ഫോഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഈ ഒരു സ്റ്റേജിൽ പലയിടത്തായിട്ട് പല കാരണങ്ങളായിട്ട് ഡിഫറെന്റ് കാര്യങ്ങൾ കൊണ്ട് ലോസസ് സംഭവിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, clear? The losses in prestress may be due to the following reason. രണ്ട് റീസൺ കാരണമാണ് നമുക്ക് ലോസസ് ഇൻ പ്രീസ്ട്രസ് ഉണ്ടാവുന്നത്. മെയിൻലി ഇമ്മീഡിയറ്റ് ലോസസ്, അതായത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഇൻഡിപെൻഡന്റ് ആണ്. അതുപോലെ തന്നെ ടൈം ഡിപ്പെൻഡന്റ്, സമയമെടുത്ത് ലോസ് ആവുന്നത്. അപ്പൊ 2 ടൈപ്സ് ഓഫ് ലോസസ് ആണ്, ഇമ്മീഡിയറ്റ് ലോസസും ടൈം ഡിപ്പെൻഡന്റ് ലോസസും. ഇനി ഇമ്മീഡിയറ്റ് ലോസസിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, ലോസസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ്, അതായത് ഇലാസ്റ്റിക് ഡീഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ് ഒരു ലോസ്, അത് ഇമ്മീഡിയറ്റ് ലോസ് ആണ്. അതുപോലെ തന്നെ ഫ്രിക്ഷൻ ലോസ്, ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടെൻഡൻ ആൻഡ് ഡക്ട്. അതുപോലെ തന്നെ സ്ലിപ്പ് ആൻഡ് ആങ്കറേജ് ലോസ് വരുന്നത്. ഇനി ടൈം ഡിപ്പെൻഡന്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്, ലോസസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. അതുപോലെ ലോസസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. അതുപോലെ തന്നെ റിലാക്സേഷൻ ഓഫ് പ്രീസ്ട്രേഷനിങ്. ഇത് ഓക്കെ, ലോസസ് ഡ്യൂ ടു റിലാക്സേഷൻ. ഈ 3 എണ്ണമാണ് ടൈം ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നത്. ഇമ്മീഡിയറ്റ് ലോസസ് ആയിട്ട് വരുന്നത് ഇലാസ്റ്റിക് ഷോർട്ടനിങ്, ഫ്രിക്ഷൻ ലോസ്, അതുപോലെ തന്നെ സ്ലിപ്പ് ആങ്കറേജ് ലോസ്. അങ്ങനെ ടോട്ടൽ നമുക്ക് 6 ലോസസ് ഇൻ പ്രീസ്ട്രസ് ഉണ്ട്. സോ നമുക്കിനി പ്രോബ്ലം ആണ് ചെയ്യാനുള്ളത്. സോ പ്രോബ്ലത്തിനകത്ത് നമുക്ക് ഈ 6 ലോസസും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ചിലതിനകത്ത് വരത്തില്ല. ഇനി നമുക്ക് പ്രീസ്ട്രസിങ് സിസ്റ്റം തന്നെ 2 ടൈപ്പിലുണ്ട്. പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങും ഉണ്ടെന്ന് അറിയാം. സോ അതിനകത്ത് വരുന്നതും കൂടി നമുക്കൊന്ന് നോക്കണം. First loss due to elastic deformation of concrete. നമുക്ക് ആസ് പെർ IS 1343 കോഡില് നമുക്കുണ്ട് ലോസസ് ഇൻ പ്രീസ്ട്രസ് നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നിമിഷം ഒന്ന് എടുത്തോട്ടെ. Okay, see here it is.
പേജ് നമ്പർ 24 ക്ലോസ് 19.5.2 ലോസസ് ഇൻ പ്രീസ്ട്രസ്. നിങ്ങൾക്ക് എക്സാമിന് തിയറി ആയിട്ട് നമുക്ക് 6 മാർക്സ് 8 മാർക്സിന് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. സോ ലോസസ് ഇൻ പ്രീസ്ട്രസ് എന്ന് പറയുമ്പം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ലോസസ് ഇൻ പ്രീസ്ട്രസ്. ഫസ്റ്റ് ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. ഹിയർ പേജ് നമ്പർ 25 ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ഷ്രിങ്കേജ്, ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ, ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ്, അതാണ് നമ്മളിവിടെ പറഞ്ഞത്, ഇലാസ്റ്റിക് ഷോർട്ടനിങ്, ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു സ്ലിപ്പ് ഇൻ ആങ്കറേജ്, ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഓക്കെ, ഇത്രയും ലോസസും നമുക്ക് കോഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് തിയറി എഴുതാവുന്നതാണ്. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഇത് എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമുക്ക് പ്രോബ്ലം ചെയ്തു തുടങ്ങാം. ഓക്കെ, ഇലാസ്റ്റിക് ലോസസ് ഡ്യൂ ടു ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഓഫ് കോൺക്രീറ്റ്. ശരിക്കും ഇലാസ്റ്റിക് ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് this losses takes place only in pre-tensioned beam. Pre-tensioned ബീമിനകത്ത് മാത്രമേ ഇലാസ്റ്റിക് ഷോർട്ടനിങ് ഉണ്ടാവുകയുള്ളൂ. പോസ്റ്റ് ടെൻഷൻഡ് ബീമിൽ ഉണ്ടാകത്തില്ല. ഇത് എങ്ങനെയാണെന്നുള്ളത്, വെൻ പ്രീസ്ട്രസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു കോൺക്രീറ്റ്, ആ ഒരു ടൈമിൽ ഇലാസ്റ്റിക് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് ആർ ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. Due to this, the concrete member gets shortened along with the shortening of steel, thereby reducing the pre-stress in steel. So അങ്ങനെയാണ് pre-stress in steel reduce ആവുന്നത്. ആ ലോസ് ഓഫ് pre-stress in steel എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M into FC. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമാണ് ഈ ഇക്വേഷൻ. ലോസ് ഓഫ് pre-stress in steel എന്ന് പറഞ്ഞാൽ M into FC. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലാർ റേഷ്യോ ആണ്. വി നോ ദ ഇക്വേഷൻ ES by EC. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലാർ റേഷ്യോ ആണ്. ES by EC. ES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് സ്റ്റീൽ. EC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. ആൻഡ് FC എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് പ്രീസ്ട്രസ് ഇൻ കോൺക്രീറ്റ് ആണ് അറ്റ് ദ ലെവൽ ഓഫ് സ്റ്റീൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കംപ്രസീവ് സ്ട്രെസ് FC നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇക്വേഷൻ ഇങ്ങനെയാണ്: P/A പ്ലസ് P into E by Z എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. Z എന്താണ്? I/Y ആണ്. I/E. So equation P/A plus P into E by I. That means P E square by I. ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു നമ്മുടെ ഡയറക്റ്റ് സ്ട്രെസ്, കംപ്രസീവ് സ്ട്രെസ്, പ്രീസ്ട്രെസിംഗ് വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെൻട്രിസിറ്റി വെച്ചിട്ടുള്ള ഹോഗിംഗ് മൊമെന്റ് വെച്ചിട്ട് വരുന്നത്. P into E ഡിവൈഡ് ബൈ Z ആണ്. Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I/Y. I/Y എന്ന് പറഞ്ഞാൽ I/E ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ? Okay, then strain in concrete at the level of steel FC by EZ ആണ്. FC by capital EZ. Stress in steel corresponding to the strain. That means epsilon എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FC by EZ into epsilon S. ES. Okay, FC by EZ into ES. ES by EC ആണ് നമുക്ക് M എന്ന് പറഞ്ഞാൽ. സോ ലോസസ് ഓഫ് പ്രീസ്ട്രസ് ഇൻ സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M into FC. കിട്ടിയത് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പം ഇത് ഉണ്ടാവുന്നത് പ്രീ ടെൻഷനിങ് മെമ്പറിലാണ്, പോസ്റ്റ് ടെൻഷനിങ് മെമ്പറിൽ ഉണ്ടാവത്തില്ല. ആക്ച്വലി ദ ലോസസ് ഓഫ് ഇലാസ്റ്റിക് ഷോർട്ടനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 6% വരെ ലോസസ് ഒക്കെ കാണിക്കാറ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ്. സെക്കൻഡ് ലോസ് creep of concrete ആണ്. The creep in concrete is defined as its time dependent deformation. നമ്മൾ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഇമീഡിയറ്റും ടൈം ഡിപെൻഡന്റും. സോ ക്രീപ്പ് എന്ന് പറയുന്നത് ടൈം ഡിപെൻഡന്റ് ഡിഫോർമേഷൻ ആണെന്ന് പറഞ്ഞു. The creep strain varies with the intensity of stress and is about 2 to 3 times the elastic strain. The rate of creep is high initially and then decreases as time increases. The creep increases with the higher water cement ratio and lower aggregate cement ratio. And also it varies inversely with the strength of concrete. And it depends upon the humidity of the surrounding atmosphere and the strength. Okay. Pre-tensioned member have more loss than post-tensioned one because the transfer of pre-stress usually takes place earlier in pre-tensioned members. Okay, നമ്മളിപ്പോൾ പറഞ്ഞത് ക്രീപ്പ് ആണ്. പോസ്റ്റ് ടെൻഷനിലും പ്രീ ടെൻഷനിലും ലോസസ് ഡ്യൂ ടു ക്രീപ്പ് ഉണ്ടാവാറുണ്ട്. ഈ ലോസസ് ഓഫ് ക്രീപ്പ്, ലോസസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ക്രീപ്പ് എന്ന് പറയുന്നത് ദ റേഷ്യോ ഓഫ് ദ ഫൈനൽ ക്രീപ്പ് സ്ട്രെയിൻ ടു ദ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ക്രീപ്പ് കോഎഫിഷ്യന്റ്.
ഓക്കെ, ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഫൈനൽ ക്രീപ്പ് സ്ട്രെയിൻ ടു ദ ഇലാസ്റ്റിക് ക്രീപ്പ് സ്ട്രെയിൻ ആണ് ഇൻ കോൺക്രീറ്റ്. ദ ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെയാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻ ആവശ്യമാണ്. ലോസ് ഡ്യൂ ടു ക്രീപ്പ് ഓഫ് കോൺക്രീറ്റ് നമ്മൾ മുമ്പേ ഇലാസ്റ്റിക് ഷോർട്ടനിങ് M ഇൻറ്റു FC എന്നായിരുന്നു പറഞ്ഞത്. ഹിയർ ക്രീപ്പ് കോഎഫിഷ്യന്റ് ഇൻറ്റു M ഇൻറ്റു FC. ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ ഓഫ് ഫൈനൽ ക്രീപ്പ് സ്ട്രെയിൻ ടു ഇലാസ്റ്റിക് സ്ട്രെയിൻ ആണ്. സോ ഏജ് ഓഫ് ലോഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്രീപ്പ് കോഎഫിഷ്യന്റ് വേണം. ഈ ഒരു ചാർട്ട് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്തേക്കണം. 7 days ആണ് എങ്കിൽ ക്രീപ്പ് കോഎഫിഷ്യന്റ് 2.2, 28 days ആണ് എങ്കിൽ 1.6, 1 year ആണ് ഏജ് ഓഫ് ലോഡിംഗ് പറയുന്നതെങ്കിൽ 1 ആയിരിക്കും ക്രീപ്പ് കോഎഫിഷ്യന്റ്. ചിലപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യനിൽ തരും എത്രയാണ് ക്രീപ്പ് കോഎഫിഷ്യന്റ് എന്ന്, ചിലപ്പോൾ തരില്ല. സോ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 7 days 2.2, 28 days 1.6, 1 year 1. സോ ദാറ്റ് ക്രീപ്പ് കോഎഫിഷ്യന്റ് ഇൻറ്റു M ഇൻറ്റു FC ആണ് ലോസസ് ഡ്യൂ ടു ക്രീപ്പ് എന്ന് പറയുന്നത്. പൊതുവേ നമുക്ക് 5 to 10% ആയിരിക്കും വേരി ചെയ്ത് കാണിക്കുന്നത് ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രീപ്പ് കോഎഫിഷ്യന്റ് ഇക്വേഷൻ ക്രീപ്പ് കോഎഫിഷ്യന്റ് ഇൻറ്റു M ഇൻറ്റു FC. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ഫൈനൽ ക്രീപ്പ് സ്ട്രെയിൻ ടു ഇലാസ്റ്റിക് സ്ട്രെയിൻ ആണ്. ഓക്കെ, ഈ ഒരു ചാർട്ടും ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ലോഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് ക്രീപ്പ് കോഎഫിഷ്യന്റ്. തേർഡ് ലോസസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, നമുക്ക് എല്ലാ ലോസസും കോഡിൽ തന്നെ അവൈലബിൾ ആണ്. ലോസസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ്. ക്ലോസ് 19.5.2.2 losses of pre-stress due to shrinkage of concrete, page number 25. Okay, shrinkage of concrete. Shrinkage in concrete is its contraction due to drying and chemical changes. It depends upon the quantity of water, type of aggregate used in the mix, and surrounding atmospheric condition. Okay, ഈ ലോസസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സ്റ്റീൽ ആൻഡ് ഷ്രിങ്കേജ് സ്ട്രെയിൻ ഓഫ് കോൺക്രീറ്റ്. നമുക്ക് ഇക്വേഷൻ വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. ലോസസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ഷ്രിങ്കേജ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സ്റ്റീൽ ES and shrinkage strain of concrete. Shrinkage strain of concrete എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ pre-tensioning shrinkage strain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0003 ആണ്. പോസ്റ്റ് ടെൻഷനിങ്ങിന് shrinkage strain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0002 ഡിവൈഡഡ് ബൈ log 10 T+2. ഓക്കെ, T+2. പ്രീ ടെൻഷനിങ്ങിനാണെങ്കിൽ ഷ്രിങ്കേജ് സ്ട്രെയിൻ 0.003. ഫോർ പോസ്റ്റ് ടെൻഷനിങ് ഷ്രിങ്കേജ് സ്ട്രെയിൻ 0.002 ഡിവൈഡഡ് ബൈ log 10 T+2. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഓഫ് കോൺക്രീറ്റ് അറ്റ് ട്രാൻസ്ഫർ ആണ്. ഏജ് ഓഫ് കോൺക്രീറ്റ് അറ്റ് ട്രാൻസ്ഫർ ആണ്. +2. ഓക്കെ, അതായിരിക്കും ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ഷ്രിങ്കേജ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സ്റ്റീൽ, അതായത് ES ഇൻറ്റു ഷ്രിങ്കേജ് സ്ട്രെയിൻ. പ്രീ ടെൻഷനിങ്ങിന് ഷ്രിങ്കേജ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.003 ആണ്. പോസ്റ്റ് ടെൻഷനിങ് വരുമ്പോൾ ഷ്രിങ്കേജ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.0002 ഡിവൈഡഡ് ബൈ log 10 T+2. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഓഫ് കോൺക്രീറ്റ് അറ്റ് ട്രാൻസ്ഫർ. ഇനി ലോസ് ഓഫ് പ്രീസ്ട്രസ് ഡ്യൂ ടു ഷ്രിങ്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ടെൻഷനിങ്ങിനും പ്രീ ടെൻഷനിങ്ങിനും ഉണ്ടാവാറുണ്ട്. പ്രീ ടെൻഷനിങ്ങിന് പൊതുവെ 4 to 6% ആയിരിക്കും ലോസ് ഓഫ് പ്രീസ്ട്രസ് വരുന്നത്. പോസ്റ്റ് ടെൻഷനിങ്ങിന് 3 to 4% ആയിരിക്കും. ഇനി നെക്സ്റ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഡ്യൂ ടു റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ ആണ്. റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ, വെൻ ദ സ്ട്രെസ് ഇൻ സ്റ്റീൽ ഈസ് മോർ ദാൻ ഹാഫ് ദ yield stress, there is a creep of steel there, and it is measured by the amount of lengthening when maintained under a constant stress for a period of time. Relaxation varies with the steel of different composition and treatment. It varies with the type of steel, initial pre-stress, age, and temperature. And the loss of pre-stress, പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നുമില്ല. ലോസ് ഓഫ് pre-stress due to relaxation of steel എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി vary from 2 to 8% ആയിരിക്കും. ദാറ്റ് മീൻസ് 2 to 8% ഓഫ് ഇനീഷ്യൽ സ്ട്രെസ്, അതായിരിക്കും ലോസ് ഓഫ് പ്രീസ്ട്രസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലോസസ് ഡ്യൂ ടു ഡീഫോർമേഷൻ ആൻഡ് സ്ലിപ്പ് ഓഫ് ആങ്കറേജ്.
slip of anchorage ആണ്. This loss is applicable in post tensioning system. Post tensioning-നാണ് ഈ slip of anchorage വരുന്നത്, pre tensioning-ന് വരത്തില്ല. After tensioning a tendon, the jack is released to transfer pre-stress to concrete by bearing of the anchorage. During the transfer, the anchorage fixtures deform under stress, and the friction wedges of pre-stressing slip slightly before wires are firmly gripped. The magnitude of slip depends on the type of wedge and amount of stress in wires. The magnitude of slip varies from 2 to 5 mm. And the loss of pre-stress due to slip anchorage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ delta into ES divided by L. The loss of pre-stress due to slip anchorage എന്ന് പറഞ്ഞാൽ delta ES by L. ഈ equation ആണ് നമുക്ക് വേണ്ടത്. Delta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is the slip in concrete and ES modulus of elasticity in steel and L the length of the wire. Delta ആണ് slip in concrete. So the loss of pre-stress due to slip എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ delta ES by L. And the last loss due to friction. Loss due to friction എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ post tension member there will be considerable movement of sliding of tendon related to the surroundings. The tendon is in direct contact with the duct. The friction will cause a reduction. അതായത് നമ്മൾ ഈ വയർ എടുക്കില്ലേ, അപ്പം ആ ഉണ്ടാവുന്നതാണ്, അതായത് നമ്മുടെ pre-stressing വയറും നമ്മുടെ ഡക്റ്റും ഒരു കോൺഡ്യൂറ്റും തമ്മിൽ ഉണ്ടാവുന്നതാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. പ്രീസ്ട്രസിംഗ് ഫോഴ്സ്, അപ്പൊ ആ ഉണ്ടാവുന്ന പ്രീസ്ട്രസിംഗ് ഫോഴ്സ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ടെൻഷനിങ്. ആ പി എക്സ് നമുക്ക് കാണണമെങ്കിൽ പ്രീസ്ട്രസ് ടെൻഷനിങ് ഇനീഷ്യൽ പ്രീസ്ട്രസിംഗ് ഫോഴ്സ് പി ഇൻറ്റു ഇ റേസ് ടു എം മ്യൂ ആൽഫ പ്ലസ് കെ എക്സ്. മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ഡക്ട് ആൻഡ് സ്റ്റീൽ. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ആംഗിൾ ഇൻ റേഡിയൻ through which the tendons to cable profile has turned between 2 points. And K coefficient of wave effect ആണ്, coefficient of wave effect. Okay, and P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്ട്രെസ് ആണ്. സോ പി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇൻറ്റു നമുക്ക് ഇങ്ങനെ എഴുതാം, പി ഇൻറ്റു 1 മൈനസ് മ്യൂ ആൽഫ പ്ലസ് കെ എക്സ്. സോ നമുക്ക് ലോസ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എക്സ് എന്ന് പറഞ്ഞാൽ പി സീറോ ഇൻറ്റു, അതായത് ഇനീഷ്യൽ സ്ട്രെസ് ആണ് പി സീറോ മ്യൂ ആൽഫ പ്ലസ് കെ എക്സ്. ഇനി ഈ ആൽഫേന്റെ വാല്യൂ ഇല്ലേ, ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ആംഗിൾ ഇൻ റേഡിയൻ ആണെന്ന് പറഞ്ഞു. അതായത് വൺ എൻഡ്, അതായത് ടെൻഷൻഡ് ഫ്രം വൺ എൻഡ്, ഒരെൻഡാണ് നമ്മൾ ടെൻഷൻ ചെയ്യുന്നതെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൽഫ ആയിരിക്കും. ബോത്ത് എൻഡ്സ് ടെൻഷൻ ചെയ്യുകയാണെങ്കിൽ ആൽഫ ഡാഷ് ആയിരിക്കും. അതായത് ഇതാണ് ആൽഫ ഡാഷ്, ദിസ് ഈസ് ആൽഫ. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ടൈപ്സ് ഓഫ് ലോസസ് ആണ്. നമുക്ക് 6 ലോസസ് ഉണ്ട്. ഇലാസ്റ്റിക് ഷോർട്ടനിങ്, ആങ്കറേജ് സ്ലിപ്പ്, ലോസസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, ലോസസ് ഡ്യൂ ടു ക്രീപ്പ് ആൻഡ് ലോസസ് ഡ്യൂ ടു ഷ്രിങ്കേജ്, റിലാക്സേഷൻ ഓഫ് സ്റ്റീൽ. ഇങ്ങനെ 6 ലോസസ് നമുക്കുണ്ട്. പ്രീ ടെൻഷനിങ് മെമ്പർ, പോസ്റ്റ് ടെൻഷനിങ് മെമ്പർ. ഇലാസ്റ്റിക് ഷോർട്ടനിങ് ആണെങ്കിൽ നമുക്ക് പ്രീ ടെൻഷനിങ് മെമ്പറിൽ ഉണ്ട് ലോസ്, പോസ്റ്റ് ടെൻഷനിൽ ഇല്ല. ആങ്കറേജ് സ്ലിപ്സ് ലോസ് ആണ് എങ്കിൽ പ്രീ ടെൻഷനിങ് മെമ്പറിലില്ല, പോസ്റ്റ് ടെൻഷനിലേ ഉള്ളൂ. ഫ്രിക്ഷൻ ലോസസ് ആണ് എങ്കിൽ പ്രീ ടെൻഷനിങ് മെമ്പറിലില്ല, പോസ്റ്റ് ടെൻഷനിങ് മെമ്പറിലേ ഉള്ളൂ. ക്രീപ്പും ഷ്രിങ്കേജും പ്രീ ടെൻഷനിങ്ങിനും പോസ്റ്റ് ടെൻഷനിങ്ങിനും ഉണ്ടാവും. റിലാക്സേഷൻ ഓഫ് സ്റ്റീലും പ്രീ ടെൻഷനിങ്ങും പോസ്റ്റ് ടെൻഷനിങ്ങിനും ഉണ്ടാവും. സോ ഇതൊന്ന് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കാമെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ഏതൊക്കെ പ്രീ ടെൻഷൻ മെമ്പറിന് ഏതൊക്കെ ലോസസ് വരും, പോസ്റ്റ് ടെൻഷനിന് ഏതൊക്കെ വരും എന്ന് നമുക്ക്. പ്രീ ടെൻഷനിങ്ങിന് നമുക്ക് ഇലാസ്റ്റിക് ഷോർട്ടനിങ്ങും ക്രീപ്പ്, ഷ്രിങ്കേജ് ആൻഡ് റിലാക്സേഷനേ വരുള്ളൂ. പോസ്റ്റ് ടെൻഷനിങ്ങിന് നമുക്ക് ഇലാസ്റ്റിക് ഷോർട്ടനിങ് വരില്ല, ബാക്കിയെല്ലാം ഉണ്ടാവും. സോ ഇതൊന്ന് നോട്ടീസ് ചെയ്ത് വെക്കാമെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ തെറ്റില്ല. ലോസസ് ഓഫ് പ്രീസ്ട്രസ് തിയറി നിങ്ങൾക്ക് IS 1343 പേജ് നമ്പർ 24-25 ക്ലോസ് 19.5.2 ആൻഡ് 24 പേജിലും 25 പേജിലും ഡീറ്റെയിൽ ആയിട്ടുണ്ട്. എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. വീഡിയോയിൽ പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട്, ഇക്വേഷൻസ് എങ്ങനെ വരുന്നു എല്ലാം നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലം ആണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ട് തന്നെ വീഡിയോ കേൾക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഹാവ് എ നൈസ് ഡേ.